Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Ma'am. Good afternoon, Miss. Good Good afternoon, ma'am. ഓക്കെ, നിങ്ങളുടെ പ്രെയർ എല്ലാം കഴിഞ്ഞു? Good afternoon, ma'am. പ്രെയർ എല്ലാം കഴിഞ്ഞിരുന്നോ? Good afternoon. Yes. Good afternoon. Good afternoon, Please ma'am. study. Good afternoon. Okay, ആരാ പ്രെയർ? ധന്യായിരുന്നു. തുടങ്ങിക്കോട്ടെ. Please, please. May I start? Yes, please. इतनी शक्ति हमें देना दाता, मन का विश्वास कमजोर होना, हम चले नेक रास्ते पे हमसे भूल कर भी कोई भूल होना, इतनी शक्ति हमें देना दाता, मन का विश्वास कमजोर होना, दूर अज्ञान के हो अंधेरे, तो हमें ज्ञान की रोशनी दे, हर बुराई से बचते रहे हम, जितनी भी दे भले जिंदगी दे, बेर होना किसी का किसी से, भावना मन में बदले की होना, हम चले नेक रास्ते पे हमसे भूल कर भी कोई भूल होना, इतनी शक्ति हमें देना दाता, मन का विश्वास कमजोर होना, मन का विश्वास कमजोर होना, मन का विश्वास कमजोर होना. So lovely. ധന്യ, നല്ല ശബ്ദം, നല്ല ടോൺ. ശരിക്കും ഞങ്ങളൊക്കെ എന്താ പറയാ, എല്ലാവരുടെയും അത് തന്നെയായിരിക്കും അല്ലേ? എന്തായാലും ക്ലാസ് തുടങ്ങി കുറച്ചായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ ആർക്കും ഒരു മടിയില്ല. കാരണം നിറയെ റിയാക്ഷൻ ഇമോജീസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയല്ല, എല്ലാം ഉണ്ടായിരുന്നു. വെരി ഗുഡ്. താങ്ക് യു ഓൾ. സൈൻ ഇൻ പറയട്ടെ മാം? പറയും. രണ്ടുപേരുണ്ടോ? സൈൻ ഇൻ പറയട്ടെ. Good afternoon. Hello. It is my pleasure to welcome you all to our class. I hope you have a happy and enjoyable day. Thank you. ഈ സാർക്കിന് വേണ്ടി എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ടോ? എനിക്ക് രണ്ടുപേരുടെ ശബ്ദം കേട്ട പോലെ തോന്നി. രണ്ടുപേരും ഇനി റെഡിയായി വന്നോ? രണ്ടുപേരും റെഡി ആയെങ്കിലും നോ പ്രോബ്ലം, പ്ലീസ് ചെയ്യൂ. Hello. യെസ്. Hello, ma'am. ഹായ്. Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഇന്നലെ ജോയിൻ ചെയ്തതോ ഉള്ളേ. ഇതെന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഒത്തിരി ലേറ്റ് ആയിപ്പോയി. അപ്പൊ ഇതിന് മുന്നേറ്റുള്ളതൊന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ല. പിന്നെ സ്റ്റുഡൻസിനായിട്ട് സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടോന്നും അറിഞ്ഞൂടെ. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ആഡ് ചെയ്യുമായിരുന്നെങ്കിൽ. അല്ലാതെ വേറെ കോണ്ടാക്ട് ഒന്നുമില്ല. എന്താ ചെയ്യുന്നേ? വർക്ക് ചെയ്യായിരുന്നോ? വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? ഞാൻ ഡെന്റലി വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ഇളയ മോളായപ്പോഴത്തേക്കിന് ഇപ്പൊ 5 വർഷമായിട്ട് പോകുന്നില്ല. ഇപ്പൊ മോള് UKG പഠിക്കുന്ന. ശരി. ഇപ്പൊ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നു. അങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരിക്കുമെന്നല്ലോ, വീട്ടിലെ കാര്യമൊക്കെ നോക്കണ്ടേ? അത് തന്നെ വലിയൊരു, അത്രയും കമ്മിറ്റ്മെന്റ് വേറെ ആരും ചെയ്യുന്നില്ല അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആ മോർണിംഗ് ടു ഈവനിങ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ, അത് കഴിഞ്ഞ് വീട്ടിൽ രണ്ടും കൂടെ ചെയ്യണവര് അതിന് സൂപ്പർ പവർ ഉള്ളവരാന്ന് പറയണം. കാരണം വീട്ടിലെ കാര്യവും ഓഫീസിലെ കാര്യവും. ഓഫീസിൽ പോകുന്ന ചിലർക്ക് വീട്ടിൽ വേറെ സപ്പോർട്ട് ഉണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. ഇല്ലാത്തവരെയാണ് നമ്മൾ ശരിക്കും നമിക്കേണ്ടത്. കാരണം അവരത്രയും എല്ലാരെയും പോലെയും
സമയവും അവർക്കുള്ളൂ, 2 കൈയേ ഉള്ളൂ, 2 കാലേ ഉള്ളൂ. എന്നിട്ടും അവർ ഓടി നടന്നൊക്കെ ചെയ്യും. നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ല, ഈ സൂപ്പർ പവർ ഉള്ളവർ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇമോഷൻസും ഉണ്ട്, ഫീലിങ്സും ഉണ്ട്. വെച്ചിട്ട് സൂപ്പർ മം എന്നുള്ള ആ റോൾ അങ്ങ് ഏറ്റെടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ട്രാപ്പാണ്. നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കാനുള്ള സൂപ്പർ മം എന്നുള്ളൊരു ക്രൗൺ നമ്മുടെ തലയിൽ ആരെങ്കിലും വെച്ച് തന്നു കഴിഞ്ഞാണ്ടല്ലോ, അത് എടുക്കുകയേ ചെയ്യരുത്. കാരണം അത് ഒരു ട്രാപ്പാണ്. കാരണം നമ്മൾ ആ സൂപ്പർ ആവാൻ വേണ്ടി പിന്നെ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എല്ലാവരെ പോലെ നമുക്കും ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ട്, എല്ലാ ഇമോഷൻസും ഫീലിങ്സും വീക്ക്നെസ്സും ഉണ്ട്. ബട്ട് വി ആർ മാനേജിങ് അവർ ഫാമിലി. അത് നമ്മളുടെ ഒരു സന്തോഷം അല്ലെ, ആർക്കും വേണ്ടി ചെയ്യുന്നതല്ല. ഇറ്റ്സ് ഫോർ അവേഴ്സ്. ഓക്കെ, അങ്ങനെ ജോയിൻ ആയാൻ ലേറ്റ് ആയി എന്ന് ഓർത്തിട്ട് ടെൻഷൻ ഒന്നും വേണ്ട. പഴയത് അറിയില്ല എന്ന് ഓർത്തും ആ ഒരു ടെൻഷൻ വേണ്ട. നിങ്ങള് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഇവര് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ അഡ്മിൻ ഹസ്നയാണോ അല്ലെ? ആരാ പേര് ഞാൻ മറന്നു. റിഫയാണ്. റിഫ ഉണ്ടെങ്കിൽ ശ്രീജ്യോതി, കുറെ പേരുണ്ട് അഡ്മിൻ. എല്ലാവരും അഡ്മിൻ ആയാൽ അത്രയും നല്ലത്. കാരണം അഡ്മിന്റെ ആരുടെയും ഒരാളുടെ നമ്പർ കൊടുക്കുവാണെങ്കിൽ അന്ന അതിലേക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളും. ഹായ് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി. 23 ബാച്ചിലുള്ളതാണ്, ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആഡ് ചെയ്യും കേട്ടോ, ഇത്രയും പെട്ടെന്ന്. ഓക്കെ, നിങ്ങളുടെ ഗ്രൂപ്പ് നല്ല ഹെൽത്തി ആയിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. അന്നുള്ള ക്ലാസ്സിന്റെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് അതിനകത്ത് ബ്രീഫ് ചെയ്യുവാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്കും വളരെ ഉപകാരമായിരിക്കും. പിന്നെ പ്രെയർ, തോട്ട് ഫോർ ദ ഡേ, സൈൻ ഔട്ടിന്റെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എവറി ഡേ അതിന് പ്രിപ്പയർ ആകുക. വേറെ ആള് ചെയ്യും അങ്ങനെ വിചാരിക്കേണ്ട, എല്ലാവരും ചെയ്യണം. എല്ലാവർക്കും ആ ഒരു ചാൻസ് തരണം. അതിന് എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതായിരുന്നു. 2 പേര് കോർഡിനേറ്റേഴ്സ് ആയിട്ട് മുന്നോട്ട് വരിക. ഒരാഴ്ച മുഴുവൻ അവർ കോർഡിനേറ്റേഴ്സ് ആളെ അന്വേഷിച്ച് നടക്കുകയല്ല വേണ്ടത്. ആളുകൾ അവരെ അപ്രോച്ച് ചെയ്തിട്ട് ഞാൻ ചെയ്യാം അടുത്ത ദിവസം എന്ന് പറയണം. പിന്നെ കറക്റ്റ് ഒരാള് എന്നുള്ള രീതിയിലല്ല, 2-3 പേര് റെഡി ആയിട്ട് ഇരിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് എമർജൻസി കാരണം വരാൻ പറ്റിയില്ലെങ്കിൽ വേറൊരാൾ സബ്സ്റ്റിറ്റ്യൂട്ട് കയറാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് അന്നെ ഇപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്തു. കഴിഞ്ഞ ദിവസം 2-3 പേരൊക്കെ ജോയിൻ ആയെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ, നമ്മളുടെ ഇതൊരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് കേട്ടോ, ലൈഫ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. നമ്മളുടെ എക്സ്പീരിയൻസസ്, നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, കേട്ടിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഇതിൽ വരും. അല്ലാതെ നിങ്ങളുടെ ടെക്സ്റ്റിലെയോ ആ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രം വരുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. അതെന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് സ്റ്റഡി ആയി പോകും അല്ലെ. ഒരു സബ്ജക്ട് പഠിച്ച് എഴുതി പരീക്ഷ എഴുതുന്നു, മാർക്ക് കിട്ടുന്നു, സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു, അങ്ങനെ ഒരു കോഴ്സ് അല്ല മോണ്ടിസോറി കോഴ്സ്. മോണ്ടിസോറി കോഴ്സ് മാത്രമല്ല, നിങ്ങൾ ട്യൂഷൻ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കുട്ടികളെയും അങ്ങനെ പഠിപ്പിക്കരുത്. ട്യൂഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇത്തിരി പ്രഷർ കൂടുതലാണ്. കാരണം പാരന്റ്സിന്റെ ഒരു പ്രഷർ വരും. എന്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് നല്ല മാർക്ക് എക്സാമിന് കിട്ടണം, അതിനുവേണ്ടി പഠിപ്പിക്കണം, അവൻ അതിനുള്ള പേയ്മെന്റ് നമുക്ക് തരും. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് കമ്മിറ്റഡ് ആകും. ആ കുട്ടിയെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിച്ച് മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ നമ്മുടെ തലയിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിരുന്നോട്ടെ, അതിൻ്റെ ഒപ്പം ആ കുട്ടിയുടെ ബിഹേവിയറിൽ മോഡിഫിക്കേഷൻ വരുത്തുന്ന ഒരു ജോലി കൂടി ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾക്കുണ്ട്. നമ്മളിൽ നിന്നാണ് അവർ വാല്യൂസ് പഠിക്കുന്നത്. അങ്ങനെ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഏതൊരു ലേണിംഗ് പ്ലാറ്റ്ഫോമും ആകേണ്ടത് അങ്ങനെയാണ്. മോണ്ടിസോറി മെത്തേഡിൽ ഒരു കോഴ്സ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ എക്സാം കണ്ടക്ട് ചെയ്യുന്നതിൽ ഞാൻ എന്ത് മനസ്സിലാക്കി എന്നുള്ളത് നമുക്ക് സ്വയം തിരിച്ചറിയാനുള്ള ഒരു മാർഗവും കൂടിയാണ് എക്സാംസ് എന്ന് പറയുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് തരുന്ന അസൈൻമെന്റും വർക്കുകളും കാണുമ്പോൾ മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇത് ഭയങ്കര ടഫാണോ, ഞാൻ അത് ചെയ്യണോ ഇത് ചെയ്യണോ അങ്ങനത്തെ ടെൻഷൻ ഒന്നും വേണ്ട. ദിവസം ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ. പിന്നെ വീട്ടില് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ചേർന്ന് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ് തരുന്നത്. അപ്പൊ അവരുടെ ലൈഫിൽ അവരുടെ ആ ഒരു ജേണിയിലും മാറ്റങ്ങൾ വരും. അവർക്ക് സ്കൂളിൽ പോകുന്നതും അവർ കാര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെ വ്യത്യാസം വരും. അതിനനുസരിച്ച് പിന്നെ അവർ സ്ക്രീൻ ടൈം അത് ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിൽ കുറവ് വരും. നമ്മളുടെ കൂടെ അവർ ചെയ്യും. അതുപോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആണ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ വീട്ടിലെ ക്ലൈമറ്റ് തന്നെ മാറും. വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് ചെയ്യും. നമ്മുടെ പാരന്റ്സും ലൈഫ് പാർട്ട്ണറും കുട്ടികളും വേറെ സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടോ, ആരൊക്കെ വീട്ടിലുണ്ടോ, എല്ലാരും കൂടി ഇരുന്ന് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഇതിനെ ഒരു
കുറെ പഠിക്കാനുണ്ടല്ലോ, കുറെ ചെയ്യാനുണ്ടല്ലോ, അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ ടെൻഷൻ വേണ്ട. നമുക്ക് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബർഡൻ ആയിട്ട് തോന്നില്ല. പക്ഷെ പെൻഡിങ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. നമ്മൾ വീട്ടിലെ ജോലിയാണെങ്കിൽ അങ്ങനെയാണല്ലോ, ഇന്ന് ചെയ്യേണ്ട കാര്യം നമ്മൾ ഇന്ന് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇരട്ടി പണിയായിരിക്കും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് ഷെഡ്യൂൾ ചെയ്യുക. ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് ആണ്. ഫാമിലിയുടെ കാര്യങ്ങൾ മാറ്റി വെക്കരുത്. ഇങ്ങനെ ഒരു കോഴ്സ് ചേർന്നു എന്ന് പറഞ്ഞിട്ട് ഇതും അതിന്റെ ഒപ്പം തന്നെ മേർജ് ചെയ്ത് പോകണം. ഓക്കെ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമായിരുന്നു അല്ലെ. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്, അതായത് നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ് അശ്വതി മിസ്സാണ് എടുക്കുന്നത്. ഞാനപ്പോ ജസ്റ്റ് അത് എന്താന്ന് ചോദിച്ചു. നമ്മൾ മൂന്ന് ഏരിയയെ കുറിച്ചും പറഞ്ഞിരുന്നോ? ന്യൂ ജോയിനി എന്റെ പേര് തന്നെയാണ് എന്റെ പ്രൊഫൈലിൽ കാണുന്നത് കേട്ടോ. പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്ക് എന്റെ പേര് അത് തന്നെയാണ്. ഓക്കെ. പുതിയതായത് നമ്മൾ 3 ഏരിയയെ കുറിച്ചും പറഞ്ഞു. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ് പറഞ്ഞു അല്ലെ. വെൽനസിനെ കുറിച്ച് പറഞ്ഞില്ലേ? പറഞ്ഞു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം ഹെൽത്തി ആയിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അറിയാം അല്ലെ. നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക, നല്ല കറക്റ്റ് സമയത്ത് ഉറങ്ങുക, പിന്നെ രാവിലെയും വൈകിട്ട് ബ്രഷ് ചെയ്യുക, പിന്നെ എയർലി ടു ബെഡ്, നേരത്തെ കിടക്കുക, നേരത്തെ എണീക്കുക, പിന്നെ നേരത്തെ നല്ല വൃത്തിയുള്ള വസ്തുക്കൾ, ഏതാണ് വർക്കൗട്ട് ചെയ്യുക, ഇതൊക്കെ. യോഗ, ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, എറോബിക്സ് ആണെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ ന്യൂട്രീഷൻസ് ഉള്ള ഭക്ഷണം കഴിക്കുക, നല്ല പോഷകം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, മനസ്സിൽ നല്ല ചിന്തകൾ കൊണ്ടുവരിക അല്ലെ. അതും ഒരു മനസ്സിലേക്ക് കൊടുക്കുന്ന പോഷകങ്ങളാണ് ന്യൂട്രിയൻസ്. ഡയറ്റ് ഫോളോ ചെയ്യുക, ഡയറ്റ് ഫോളോ ചെയ്യുക, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. യെസ്, അബ്സല്യൂട്ട്ലി കറക്റ്റ്. നല്ല ഓക്കെ. പിന്നെ വെൽനെസ്സിനെ കുറിച്ച് നമ്മൾ എന്തായിരുന്നു പറഞ്ഞു? സോഷ്യൽ ഇന്ററാക്ഷൻ, സോഷ്യലി ഹ്യൂമൻ ബീങ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുക. ഓക്കെ. നല്ലപോലെ സോഷ്യലൈസ് ചെയ്യുക, ആളുകളുമായിട്ട് ഇടപഴകുന്നത് അല്ലെ. നമ്മളുടെ വീടിനടുത്ത് പുതിയ ആൾക്കാർ താമസിക്കാൻ വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പുതിയൊരു ഫാമിലി വന്നു, അവരോട് സംസാരിക്കാനും ഒക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. ഇനി വന്ന ആൾക്കാര് വാതിലും തുറക്കില്ല, വീടിനകത്ത് അടച്ചിരിക്കുന്നു, നമ്മളോട് സംസാരിക്കാൻ ചെല്ലുമ്പോഴേക്കും അവർ മുഖം തിരിക്കുന്നു. അങ്ങനെയൊക്കെ ആവുമ്പോൾ അവര് സോഷ്യലി അവര് വളരെ ലോ ആണ് അല്ലെ. സോഷ്യൽ ഹെൽത്ത് എന്നുള്ളതും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആവശ്യമാണ്. കാരണം നമുക്ക് എന്താണ്, ആരാണ് ഹെൽപ്പിന് ഉണ്ടാകുക എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു അതുപോലെ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ അതിലെ ഒരു ഭാഗമാണ്, ഒരു പാർട്ടാണ്. അപ്പൊ നമ്മൾ സോഷ്യലൈസ് ചെയ്യണം നല്ല രീതിയിൽ. ഓക്കെ. ഇനി ഇത് മൂന്നും കൂടെ കണക്ട് ചെയ്യുന്ന രീതിയിൽ മൂന്നിനും കൂടെ കേട്ടോ, മൂന്നും കൂടെ ഒരുമിച്ച് വരുന്നതോ മൂന്നിനും കൂടെ സെപ്പറേറ്റോ ആയിട്ട് വരുന്ന പിക്ചേഴ്സ് നിങ്ങൾക്കൊന്ന് കളക്ട് ചെയ്യാൻ പറ്റും. സ്വന്തം പിക്ചർ ആയാലും മതി. ഹെൽത്ത് ആവുമ്പോൾ നമുക്ക് എങ്ങനത്തെ പിക്ചറൊക്കെ കളക്ട് ചെയ്യാം? രാവിലെ വൈകിട്ടും ബ്രഷ് ചെയ്യുന്നത്, നേരത്തെ എണീക്കുന്നത്, നല്ല ഭക്ഷണം കഴിക്കുന്നത്, ഓടുന്നത്, എക്സസൈസിന്റെ ഒക്കെ പിക്ചർ കളക്ട് ചെയ്യാം. വരയ്ക്കാൻ അറിയുന്നവർക്ക് വരയ്ക്കാം. ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ EVS ഇതിന്റെ ഒക്കെ പിക്ചർ കാണും. ഓക്കെ. വെൽനസ്, നമ്മൾ ഫ്രണ്ട്സുമായിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന മൊമെന്റിന്റെ ഒരു പിക്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അങ്ങനത്തെ പിക്ചർ ഉണ്ടാവും. വീട്ടിലെല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്, കല്യാണത്തിന് പോകുന്നത്, പിക്നിക്കിന് പോകുന്നത്, വെൽനസിന് നല്ലൊരു പിക്ചർ ആയാലേ. ഈ പിക്ചർ കളക്ട് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. കളക്ട് ചെയ്തതിനു ശേഷം അത് എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കണോ? ഒട്ടിച്ചു വെക്കണം, അല്ലെങ്കിൽ നമുക്ക് മിസ്സായി പോകൂലേ. അത് ചാർട്ട് പേപ്പറിലായിട്ട് ഒട്ടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നോട്ട്ബുക്ക്, ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നോട്ട്ബുക്കിൽ ഒട്ടിക്കാം. പഴയ ഏതെങ്കിലും നോട്ട്ബുക്ക് ആയാലും മതി. എന്നിട്ട് ഹെഡിങ് കൊടുക്കാം, ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന പിക്ചർ അത് ഇത്തിരി പാടായിരിക്കും. അപ്പൊ ഹെൽത്തിന് എല്ലാത്തിനും മിനിമം ഒരു പിക്ചറെങ്കിലും കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കളക്ട് ചെയ്യാം, ഒട്ടിക്കാം. മിനിമം ഒരെണ്ണം. സ്കൂളിലൊക്കെ അങ്ങനെ ആയാലും മതി. ചെറിയ പ്ലക്കാർഡ്സ് പോലെ ഇങ്ങനെ സ്റ്റിക്കിൽ പിടിച്ച് അങ്ങനെ പിടിക്കാൻ പറ്റിയാൽ അതായാലും മതി. ഇങ്ങനെയായാലും കുഴപ്പമില്ല. അല്ലല്ല, റെക്കോർഡ് ബുക്കിൽ വേറെയാണ്. അതിന് പ്രത്യേകം വേറെ
നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിന്റെ വർക്കുകളും ആക്ടിവിറ്റീസും. ഇത് അല്ലാതെ പറഞ്ഞ ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. ക്ലിയർ ആയില്ലേ? സംശയമൊന്നുമില്ലല്ലോ? ചാർട്ടിൽ ഒട്ടിക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ശിശിര അല്ലെ? ചാർട്ടിൽ ഒട്ടിക്കാനും പറ്റും. ചാർട്ടിൽ ഒട്ടിക്കാം, നിങ്ങൾക്ക് ബുക്കിൽ ഒട്ടിക്കാം. ഇപ്പൊ നസ്രീൻ പറഞ്ഞ പോലെ ഫ്ലാഷ് കാർഡ് പോലെ, കാർഡ് പോലെ ചെയ്യാം. ഇങ്ങനെ പ്ലക്കാർഡ് പോലെ സ്റ്റിക്കിനകത്ത് ഇങ്ങനെ കൈ പിടിക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാം. ആ പിക്ചർ കണ്ടാൽ നമുക്ക് എന്താണ് അതിന്റെ തീം മനസ്സിലാകണം. ഒരാൾ നല്ല ന്യൂട്രീഷ്യസ് ഭക്ഷണം കഴിക്കുന്നു, അപ്പൊ അത് ഹെൽത്തി ഫുഡ് കഴിക്കുന്നു, രാവിലെയും വൈകിട്ടും പല്ല് തേക്കുന്നു, അപ്പൊ അത് നേരത്തെ എണീക്കുന്നു. നേരത്തെ എണീക്കുന്നു എന്നുള്ളത് നേരത്തെ ആണെന്നുള്ളത് എങ്ങനെ കാണിക്കും? വരച്ചാ മതിയാവോ? ക്ലോക്കില് ടൈം അറ്റ്ലീസ്റ്റ് ഒരു 6 മണി എങ്കിലും കാണുവാണെങ്കിൽ രാവിലെ എണീറ്റ്, അല്ലെങ്കിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ജനലിലൂടെ കാണുവാണെങ്കിൽ എന്നാലും മതി. അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾ കഴിക്കുന്നത് 8 മണി അങ്ങനെ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണു, അതും കാണിക്കാലോ. എത്ര പിക്ചർ വേണം? വൈഷ്ണവി എന്താ പറഞ്ഞേ? മിനിമം 1 ഞാൻ പറഞ്ഞു. അതായത് ഒരെണ്ണമെങ്കിലും കളക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. എത്ര വേണമെങ്കിലും ആവാം. കുറെ ആയാൽ നമ്മൾക്ക് എന്താന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോകുമ്പോൾ കുട്ടികളെ കാണിച്ചു കൊടുക്കാം, നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കാം. ഓക്കെ. വെൽനെസ് നമ്മൾ എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്, മൂവി കാണുന്നത്, ഒരുമിച്ചിരുന്ന് പിക്നിക്കിന് പോകുന്നത്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് ഭക്ഷണമാണ് കളിക്കുന്നത്, എന്ത് വേണമെങ്കിലും. ഹെഡിങ് എന്തായിട്ട് എഴുതുന്നത്? ഹെൽത്തി ഹാപ്പി വെൽനെസ് എന്നാണോ? ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ് ഒരുമിച്ച് ഹെഡിങ് കൊടുക്കാം. ഓരോന്നും സെപ്പറേറ്റ് ആണെങ്കിൽ ഹെൽത്ത് ഒരെണ്ണത്തിന്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനെസ് സെപ്പറേറ്റ് കൊടുക്കാം. എല്ലാം കൂടെ ഒരു ചാറ്റ് പേപ്പറിലാണെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ഉള്ള ഒരു ഹെഡിങ് കൊടുത്താൽ മതി. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഫിസിക്കൽ ഫിറ്റ്നസിന് ഏത് പിക്ചറാ കൊടുക്കണ്ടേ? ഫിസിക്കൽ ഫിറ്റ്നസിൽ നിങ്ങളുടെ എക്സസൈസ് ചെയ്യുന്നതിന്റെ നല്ലൊരു പിക്ചർ കൊടുക്കാം. ഓടുന്നത്, നടക്കുന്നത്, യോഗ ചെയ്യുന്നത്, പിന്നെ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള എക്സസൈസ്, എറോബിക്സ്, ഡാൻസ്. ഇതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ടഫാണ്. തുടങ്ങിയായിരുന്നു മിസ്സേ, നോട്ട്സ് വല്ലതും എഴുതാൻ തുടങ്ങി? അങ്ങനെ വല്ലതും തുടങ്ങിയായിരുന്നു? നോട്ട്സ് എല്ലാരും എഴുതാൻ തുടങ്ങിയോ? ഞാൻ അങ്ങോട്ട് ചോദിക്കാം എല്ലാരോടും. ഞങ്ങളാരും നോട്ട്സ് കൊടുക്കാറില്ല. അത് അന്ന പുതിയതായിട്ട് ജോയിൻ ആയതല്ലേ. നമ്മളിങ്ങനെ ക്ലാസ്സിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് ഇത് കൊള്ളാലോ ഈ പോയിന്റ്, നിങ്ങൾ അങ്ങ് എഴുതി വെക്കുന്നു, അതിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യും. ഇതാണ് നമ്മുടെ നോട്ട്സ്. മിസ്, ഞാൻ അതിനൊരു നോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒട്ടിച്ചാൽ പോരെ ശിഷ്ടം? ആദ്യം അന്ന പറഞ്ഞതിന് പറയട്ടെ. ലെക്ചർ നോട്ട് അത് തന്നെ. റിഫയാണോ ഇപ്പൊ ചോദിച്ചത്? ബട്ടർഫ്ലൈ. റിഫ നോട്ട് ബുക്ക് ഒരെണ്ണം വാങ്ങിച്ചിട്ടോ. നമുക്ക് അസൈൻമെന്റും ഉണ്ട് കേട്ടോ. അസൈൻമെന്റ് സെപ്പറേറ്റും ഉണ്ട്, ആക്ടിവിറ്റി വേറെ ഉണ്ട്. ആക്ടിവിറ്റിക്ക് കൊച്ചു നോട്ട്ബുക്ക് മതി, അസൈൻമെന്റിലാണ് കുറച്ചധികം എഴുതാനൊക്കെ വരുന്നത്. നിങ്ങൾക്ക് ഡയറി ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഇനഫ്, മോർ ദാൻ ഇനഫ്. കഴിഞ്ഞ വർഷത്തെ ബുക്ക് കുട്ടികളുടെ ബാക്കി ഉണ്ടെങ്കിൽ അത് മതി, അതൊന്ന് കറക്റ്റ് ചെയ്തെടുത്താലും മതി. മാഡം, EVS കുട്ടികളുടെ പഴയ EVS നോട്ട്ബുക്ക് പിക്ചർ കളക്ട് ചെയ്യാൻ പറ്റുമോ മാഡം? ടെക്സ്റ്റ് ബുക്ക് അല്ലേ ഉദ്ദേശിച്ചേ? ടെക്സ്റ്റ് ബുക്ക്, കുട്ടികളുടെ EVS ടെക്സ്റ്റ് ബുക്ക് കളക്ട് ചെയ്യാം. വരയ്ക്കാൻ അറിയുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് വരയ്ക്കാം, അല്ലാതെ കളക്ട് ചെയ്ത് വെക്കാം. ഒരാഴ്ചയായോ ക്ലാസ് തുടങ്ങിയിട്ട്? 1-2 വിഷയം. ഓക്കെ, ഇതാണ് ക്ലാസ്സിന്റെ ഒരു രീതി കേട്ടോ. നോട്ട്സ് ആയിട്ട് തരില്ല. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കുറച്ചു പേർക്കൊക്കെ കിട്ടി, കുറച്ചു പേർക്കൊക്കെ കിട്ടാൻ പോകുന്നേ ഉള്ളൂ അല്ലെ? കിട്ടിയിട്ടില്ല. ടെക്സ്റ്റ് നമുക്കൊരു റെഫറൻസ് ആണ് കേട്ടോ. ടെക്സ്റ്റിൽ നിന്നും നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ പറയും. ഇപ്പൊ തന്നെ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനെസിന്റെ കാര്യം അതുപോലെ. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് യൂണിറ്റ് ആണ് ഞാൻ എടുക്കുന്നത്. ഹെൽത്ത് ആൻഡ് ഹൈജീൻ, അതാണ് യൂണിറ്റ്. ഞാൻ ഷെയർ ചെയ്യാം. ഹെൽത്തും ഹൈജീനും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നൊന്ന് പറയാം. ഹൈജീനായ ഹെൽത്ത് താനെ വരും.
ഹൈജീനായ ഹെൽത്ത് തന്നെ വരും. അപ്പൊ ഹെൽത്തിലേക്കുള്ള വഴിയാണ് ഹൈജീൻ. കറക്റ്റ് അല്ലേ നസ്രിൻ പറഞ്ഞത്? ഹെൽത്തിലേക്ക് പോകേണ്ട വഴിയാണ് ഹൈജീൻ. ആ വഴിയെ പോകാതെ നമുക്ക് നല്ല ഹെൽത്ത് കിട്ടില്ല. അതായത് ഹെൽത്തി ഫുഡ്, ഹെൽത്തി ഹാബിറ്റ്സ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, പേഴ്സണൽ ഹൈജീൻ എല്ലാം വരും. അപ്പൊ നമ്മളുടെ വ്യക്തി ശുചിത്വം അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഹൈജീൻ, നമ്മുടെ വീട്ടിലെ ഹൈജീൻ, വീടിന് ചുറ്റുപാടുമുള്ള ഹൈജീൻ, കമ്മ്യൂണിറ്റി ഹൈജീൻ, അങ്ങനെ ഓരോ വീടും നല്ല ഹൈജീൻ ആകുമ്പോൾ സൊസൈറ്റി തന്നെ മാറും, നല്ല വൃത്തിയാകും. പക്ഷെ സൊസൈറ്റിക്ക് ഹൈജീൻ ആകണമെങ്കിൽ ലോക്കൽ അതോറിറ്റീസിന്റെ ഹെൽപ്പ് വേണം. പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അങ്ങനെ, കോർപ്പറേഷൻ ആണെങ്കിൽ അങ്ങനെ. കാരണം നമുക്ക് വേസ്റ്റ് മാനേജ് ചെയ്യണം, നല്ല ശുദ്ധമായ വെള്ളം കിട്ടണം. ഇതിനെല്ലാം നമ്മള് എല്ലാ വീട്ടുകാരും മാത്രം ശ്രമിച്ചാൽ പോരാ. നമ്മുടെ ലോക്കൽ അതോറിറ്റി അവരുടെ സപ്പോർട്ട്, അവർ നല്ല ഹൈജീൻ ആയിട്ടുള്ള വെള്ളം, വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊരു സപ്പോർട്ട് കിട്ടേണ്ടതുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അത് ഞാനത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എന്ത് ലക്ഷ്യത്തിലെത്തണമെങ്കിലും നമുക്കൊരു മാർഗം വേണം. നമ്മുടെ ലക്ഷ്യം ഹെൽത്ത് ആണെങ്കിൽ അതിലേക്കുള്ള റൂട്ട്, മാർഗം ആണ് ഹൈജീൻ എന്ന് പറയുന്നത്. കൊച്ചുകുട്ടികളില് ചെറുപ്പം തുടങ്ങിയേ ഈ ഹൈജീൻ, അതായത് അവർക്ക് ആ ഒരു ഹൈജീൻ ആയിട്ടുള്ള ഹാബിറ്റ്സ് അവരിൽ വളർത്തണം. നമ്മൾ കേട്ടിട്ടില്ലേ, ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന്. ചെറുപ്പകാലങ്ങളിലെ ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. അതൊക്കെ കേട്ടിട്ടുള്ളതാണോ? കേട്ടിട്ടുണ്ടോ? അതെ, കേട്ടിട്ടുണ്ട്. യെസ്. അപ്പൊ നമ്മള് ചെറുപ്പം തുടങ്ങിയേ കുട്ടികളില് നല്ല ഹെൽത്തി ഹാബിറ്റ്സ്, നല്ല ഹൈജീൻ വളർത്തിയെടുക്കണം. അവര് നമ്മളെ കണ്ടാ പഠിക്കുന്നത് അല്ലെ? നമ്മള് കാണിച്ചു കൊടുക്കണം, അല്ലാതെ അവരെ തല്ലി പഠിപ്പിക്കുകയല്ല വേണ്ടത്. നമ്മളാണ് റോൾ മോഡൽ ആവേണ്ടത്. അത് 3 വയസ്സ് കഴിയുമ്പോൾ, 4 വയസ്സൊക്കെ ആകാറാവുമ്പോൾ കുട്ടി സ്കൂളിലേക്കും പോകും. അപ്പൊ അവിടെ ടീച്ചേഴ്സ് വേണം ആ ഒരു കാര്യം. ടീച്ചർ മുഷിഞ്ഞ വേഷത്തില് ഷാബി ആയിട്ട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു സുഖം ഉണ്ടാവില്ല. ചിരിക്കാത്ത ടീച്ചറെ ഏതെങ്കിലും കുട്ടികൾ ഇഷ്ടപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. എന്റെ മോൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന് സയൻസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ വളരെ ഇഷ്ടമായിരുന്നു കേട്ടോ. അവൻ എന്നും വിളക്ക് വെക്കുമ്പോ നേരിട്ട് പ്രാർത്ഥിക്കുന്ന കാണാം, അടുത്ത വർഷം ടീച്ചർ ആയിരിക്കണേ, എന്റെ ക്ലാസ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ്. ടീച്ചർ വളരെ സോഫ്റ്റ്, ഭയങ്കര പ്ലേസിംഗ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. 3rd സ്റ്റാൻഡേർഡിൽ മറ്റു പഠിക്കുമ്പോഴാണെന്നാണ് എനിക്ക് ഓർമ്മ. ഒരു ദിവസം കുട്ടി വന്ന് എന്നോട് പറഞ്ഞ ഒരു കാര്യം, ടീച്ചർ എന്ന് ചിരിച്ചില്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു ചെറിയ കുട്ടികൾക്ക് ടീച്ചറുടെ ഒരു എക്സ്പ്രഷൻ തന്നെ അവരെ വല്ലാതെ മാറ്റി. ടീച്ചർ എന്ന് ചിരിച്ചില്ല മോൻ പറഞ്ഞ കാര്യം. അത് കുട്ടികളെ വല്ലാതെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു ടീച്ചർ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ബാച്ചിലെ ഒരു കുട്ടി പാസ് ഔട്ടായ ബാച്ചാണ് കേട്ടോ. അവരൊക്കെ കോണ്ടാക്ട് ചെയ്യും. ആ കുട്ടിക്ക് ഒരു സ്കൂളിൽ ജോലി കിട്ടിയതിലൊക്കെ വളരെ സന്തോഷം. അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തു. ഈ കുട്ടിക്ക് കിട്ടിയ ക്ലാസ് 2ാം ക്ലാസ് ആണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല, അതൊരു ഗവൺമെന്റ് സ്കൂളാണോ എന്ന് എനിക്ക് സംശയം തോന്നി. കൂടുതലൊന്നും ഞാൻ ചോദിച്ചില്ല. എന്നോട് പറഞ്ഞത് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതായത് 2ാം ക്ലാസ് ആണല്ലോ കിട്ടിയിരിക്കുന്നത്. കുട്ടികളോട് ടെക്സ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കുട്ടികൾ ടെക്സ്റ്റ് ഒന്നും ഇല്ലാതെ ക്ലാസ്സിൽ വരും. ഒന്നും ശ്രദ്ധിക്കില്ല, ഒന്നും പറഞ്ഞാൽ അനുസരിക്കില്ല, എഴുതില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുക. ഇങ്ങനെ ഇപ്പോ എല്ലാ പാരന്റ്സുമായിട്ടൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ. മെസ്സേജ് അയച്ചിട്ട് പാരന്റ്സ് ഇറസ്പോൺസിബിൾ ആയി പെരുമാറുന്നു, ടെക്സ്റ്റ് ബുക്കുകൾ കൊടുത്തു വിടുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, സാധാരണ മാനേജ്മെന്റ് സ്കൂളുകളിലും CBSE സ്കൂളിലൊക്കെ അതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആ ഒരു ഡിസിപ്ലിനിൽ പോകുന്നതാണല്ലോ. നല്ല രീതിയിൽ പോകുന്ന ഗവൺമെന്റ് സ്കൂളുകളും ഉണ്ട്. പക്ഷെ ഈ സ്കൂളിൽ എന്തോ ഇങ്ങനെ ഒരു പ്രശ്നം, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ആള് വളരെ വിഷമത്തോടെ പറഞ്ഞു. നമ്മൾക്ക് അങ്ങനെ വളരെ ഈസി ആയി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ഒരു ടീച്ചിങ് എന്ന് പറയുന്നത്. ശരിയല്ലേ? വീട്ടിലെ മോനെ അല്ലെങ്കിൽ മോളെ ഒന്ന് പഠിപ്പിക്കാനായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ക്ഷമ പോകുന്നു എന്ന് പല പാരന്റ്സും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അജീന എന്തെങ്കിലും പറയാനാണോ? അജീന എന്തെങ്കിലും പറയാനാണോ? കേൾക്കണില്ല. താങ്ക് യു.
നമ്മളെല്ലാവരും നമ്മളുടെ പേഴ്സണൽ സ്പേസിലാണല്ലോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇടയ്ക്ക് ഓഡിയോ ഓൺ ആവുമ്പോ അറിയാതെ ആവണതാണോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അങ്ങനെ ഒരു വിഷമം വരും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ റോള് അത്രത്തോളം ഡിവൈൻ ആയിരിക്കണം. കുട്ടികളെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ആദ്യം മാറണം. നമ്മൾ ആദ്യം മാറുമ്പോഴാണ് നമുക്ക് അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് എത്രത്തോളം റിസൾട്ട് ആയിട്ടുണ്ടാകും എന്നൊന്നും അറിയില്ല. എന്തായാലും പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. മേ ബി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ദിവസങ്ങൾക്കുള്ളിൽ കുട്ടികൾ ടീച്ചറെ ആക്സെപ്റ്റ് ചെയ്യാനും ടീച്ചർ കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് കുട്ടികൾ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരുന്നത്. കാരണം ഞാനൊരു സ്കൂളില് അഡോളസൻ ഗ്രൂപ്പായിരുന്നു +1. ഇതുപോലെ ഒരു ഇന്റർവെൻഷൻ നടത്തുന്ന പുറത്തുനിന്ന് വന്നൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ കുറച്ച് വൾണറബിൾ ആയിട്ടുള്ള കുട്ടികളെ മാത്രം ഗ്രൂപ്പ് ചെയ്ത്, അതായത് അവരെ അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അവരെ മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് എന്റെ ജോലി. അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവർക്ക് ആദ്യം വന്ന ടീച്ചർ ഫസ്റ്റ് വരുന്ന ടീച്ചർ ഭയങ്കര കാര്യമായിരിക്കുമല്ലോ. ഇവര് ആ ടീച്ചർ എന്തൊക്കെയോ മാനേജ്മെന്റുമായിട്ടുള്ള ഒരു ഇഷ്യൂല് ആ ടീച്ചർ അവിടെ നിന്ന് പോവുമായിരുന്നു, പറഞ്ഞു വിട്ടു. ആ ഒരു അവസ്ഥയിലേക്ക് പോവുമായിരുന്നു. കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യമായി. അവർക്ക് എന്താ സംഭവിച്ചതെന്ന് ആക്ച്വലി മനസ്സിലായില്ല. കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യമായി. അപ്പൊ ഇതൊന്നും അറിയാതെ അതിന് പകരം ആ ടീച്ചർക്ക് പകരം ചെന്നൊരു വ്യക്തിയാണ്. പകരം ചെന്ന ആളെ ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് +1 സ്റ്റുഡൻസ്, അവര് ആ ഒരു ടീനേജ് അല്ലേ, അവരിങ്ങനെ കത്തി നിൽക്കുന്ന പ്രായം. അപ്പൊ അവരെല്ലാരും ബങ്ക് ചെയ്യാനാണ് ആദ്യം തീരുമാനിച്ചത്. ആര് വന്നാലും ഇനി ഞങ്ങൾ ആ ക്ലാസ്സിൽ കയറില്ല. അങ്ങനെ ഒരു 25 പേരുണ്ടായിരുന്നതില് ആകെ വന്നത് 5 പേരാണ് കേട്ടോ ഫസ്റ്റ് ക്ലാസ്സിൽ. അടുത്ത ദിവസമായപ്പോഴേക്കും ഞാൻ സെഷൻ ഇങ്ങനെ തുടങ്ങി. ഞാൻ എന്തുകൊണ്ട് 5 പേരെന്നൊന്നും ചോദിച്ചൊന്നുമില്ല. വന്ന കുട്ടികളോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. വരാതിരുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് ഞാൻ ഫയലിൽ നിന്ന് എടുത്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ 5 7 10 12 15 അങ്ങനെ 25 കുട്ടികളും ജോയിൻ ആയി. ഇവര് 100 ഡേയ്സിന്റെ ഒരു പ്രോഗ്രാമാണ് കേട്ടോ. അങ്ങനെ 100 ഡേയ്സിന്റെ ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ വൈൻഡ് അപ്പ് സെഷൻ വന്നപ്പോൾ അവര് കരഞ്ഞുകൊണ്ട് ഷെയർ ചെയ്തിരുന്നു, ആര് വന്നാലും അവരെ അവഗണിക്കുക എന്നായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. കാരണം മറ്റേ ടീച്ചർ പോയതിന്റെ ദേഷ്യവും സങ്കടവും ഒക്കെ ഇരിക്കുക. ടീച്ചറെ പറഞ്ഞു വിട്ടു എന്നുള്ള ഒരു ധാരണയില് അങ്ങനെ ദേഷ്യവും സങ്കടം ഇരിക്കും. അതുകൊണ്ട് ഇനി വരുന്നവരെ ആരായാലും ഞങ്ങൾ ഒട്ടും സപ്പോർട്ട് ചെയ്യില്ല, സഹകരിക്കില്ല എന്ന് തീരുമാനിച്ചതായിരുന്നു. പക്ഷെ ഇങ്ങനെ ആ ഒരു നമ്മളുടെ ഒരു സമീപനം അത് അവരെ മാറ്റി അവര് നമ്മളുടെ അടുത്തേക്ക് ചേർന്ന് വന്നു. ഇത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. നമുക്ക് ഒത്തിരി വിഷമങ്ങൾ ഉണ്ടാകും. കാരണം എനിക്ക് ഫീൽ ചെയ്തു കുട്ടികളുടെ ഭാഗത്തുനിന്ന് അവരെ നമ്മൾ വല്ലാതെ അവഗണിക്കുന്നതായിട്ടും നമ്മൾ ശ്രദ്ധിക്കാത്തതായിട്ടും. പക്ഷെ അതൊക്കെ നമ്മൾക്ക് വരുന്ന ചലഞ്ച് തന്നെയാണ്. വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കൂടെ അതിനെ സ്വീകരിക്കുക. നമ്മൾ കുട്ടികൾ, നിങ്ങൾക്ക് വളരെ കുഞ്ഞു മക്കളെ ആയിരിക്കും കിട്ടുന്നത്. അവരുടെ മനസ്സ് വളരെ പ്യുവറാണ്, വളരെ നിഷ്കളങ്കരാണ് അവര്. അപ്പൊ അവരെ നമുക്ക് എങ്ങനെ അവരെ ഡീൽ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ യാത്രയിൽ പഠിക്കാൻ പോകുന്നത്. പഠിക്കുക എന്നുള്ളതല്ല, മനസ്സിലാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം അതിന് കുട്ടികളുടെ ഹെൽത്ത്, ഹൈജീൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അവർക്കൊരു അസ്വസ്ഥത അവരുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ. നമ്മൾ പറയില്ലേ, വീട്ടില് നമ്മളുടെ അമ്മ ചില സമയത്ത് ഒരു ഡോക്ടർ ആയിരിക്കും, ചില സമയത്ത് ഒരു വക്കീലായിരിക്കും, ചില സമയത്ത് ഒരു ടീച്ചറായിരിക്കും. അങ്ങനെ പല റോള് ചെയ്യുന്ന ഒരാളാണ് അമ്മ. അതുപോലെ ഒരു ടീച്ചറും കുട്ടികളുടെ അടുത്ത് ചിലപ്പോൾ നല്ലൊരു സുഹൃത്തായിരിക്കും. ഈ പിള്ളേര് എന്നിട്ട് എന്നോട് പറയും, ഞങ്ങൾ ക്ലാസ്സിൽ മാത്രമേ മിസ്സിനെ വിളിക്കുള്ളൂ, പുറത്തിറങ്ങുമ്പോൾ അവള് ചേച്ചിന്ന് വിളിക്കും, അമ്മ എന്ന് വിളിക്കും. അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല കേട്ടോ എന്ന് അവരിങ്ങനെ പറയും. അപ്പൊ അങ്ങനെ ആ ഒരു ഇതാണ് കുഞ്ഞുങ്ങൾക്ക് ആയിട്ട് വേണ്ടത്. അപ്പൊ അതിന് ഇവരുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈജീനിക് ആയിട്ടുള്ള ഹാബിറ്റ്സ് അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. നിർബന്ധിച്ച് ചെയ്യിക്കുക എന്നുള്ളതല്ല, നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് വേണം. ഓക്കെ, നമ്മൾ പൊതുവെ ക്ലാസ്സിന്റെ രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നല്ലപോലെ ഓഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവര് ഒന്ന് റീഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യും. നമുക്കറിയാവുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറയും. അങ്ങനെയാണ് ക്ലാസ് പോകുന്നത്. അപ്പോ ഇതിനകത്ത് റീഡ് ചെയ്യാൻ പറ്റുന്ന ആരാ? ഓഡിയോ ഓൺ ചെയ്ത പ്രശ്നമില്ല. മാം ഞാൻ റീഡ് ചെയ്തോട്ടെ. റീഡ് ചെയ്യൂ. ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് വായിക്കാൻ പറ്റൂ? ആ ചെയ്യാം. ശിശിരയുടെ ടെക്സ്റ്റ് ഉണ്ടോ? ടെക്സ്റ്റ് ഇല്ല. അല്ല, ഇവിടെ സ്ക്രീനിൽ തന്നിരിക്കുന്ന വായിച്ചാൽ മതിയോ? മതി. അത് ബുദ്ധിമുട്ടുണ്ടോ? കാണാനില്ലല്ലോ. ഇല്ല. ഓക്കെ, എന്നാ വായിച്ചോളൂ.
health and hygiene. Health is a necessary condition for the development of the child. All types of development of a child, physical, social, cognitive, affective, psychomotor, language, etc., are affected by his health. Aristotle maxim, sound mind in a sound body is a completely accepted idea. Health can be defined as one or two sentences. According to experts, health is not in which an individual is free from any disease. Here comes the role of health education. Health, nothing but another name of hygiene. The word hygiene has been derived from the Greek word named Greek goddess of healing, and it means health. The knowledge of health and hygiene children to achieve and maintain good health and hygiene habits by themselves as well as the society. Thank you, ma'am. മാം മ്യൂട്ട് ആയിട്ടുണ്ട്. സൗണ്ട് വരുന്നില്ല. മറന്നുപോയി മ്യൂട്ട് ഓൺ ചെയ്യും. ഓക്കെ, അരിസ്റ്റോട്ടലിന്റെ ഒരു പേര് കണ്ടു അല്ലെ അതില്? ആരായി അരിസ്റ്റോട്ടൽ? അരിസ്റ്റോട്ടലിനെ പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയാമോ? കേട്ടിട്ടുണ്ടോ? ഹിസ്റ്റോറിയൻ ആണോ? ഹിസ്റ്റോറിയൻ എന്താണ്? അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് BC, വളരെ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഗ്രീക്ക് ഫിലോസഫർ. എന്താണ് സെന്റ? തത്വചിന്തകൻ ആളുടെ എന്താണ് ശിഷ്യനാണ് പ്ലാറ്റോയോ അങ്ങനെ എന്തോ ആണ്. പ്ലാറ്റോന്റെ ശിഷ്യനാണ് അരിസ്റ്റോട്ടൽ. അങ്ങനെ ഓക്കെ, അദ്ദേഹം ഒരു പോളിമാത്ത് ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അതെ, പല കാര്യങ്ങളിൽ അറിവുള്ള ഒരു മനുഷ്യനായിരുന്നു അരിസ്റ്റോട്ടിൽ. അദ്ദേഹം അന്ന് പറഞ്ഞു, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് അദ്ദേഹം പറഞ്ഞു സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. അതായത് ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സ്. ഹെൽത്തി മൈൻഡ് ഇൻ എ ഹെൽത്തി ബോഡി. അതാണ് അദ്ദേഹം പറഞ്ഞത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു വെച്ചു. അതായത് നമ്മളുടെ ചിന്തകളും പ്രവൃത്തികളും വിചാരങ്ങളും വികാരങ്ങളും എല്ലാം നല്ല രീതിയിലായാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിനും ആരോഗ്യം ഉണ്ടാവുള്ളൂ. എത്ര നല്ല ന്യൂട്രീഷ്യസ് ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടണമെന്നില്ല. അതിനൊപ്പം തന്നെ നമ്മുടെ ചിന്തകൾ, അതായത് നമ്മുടെ മൈൻഡും നല്ല ഹെൽത്ത് ആയിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഓക്കെ, ആരാന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ പണ്ട് സോഷ്യലൊക്കെ പഠിക്കുന്നതിലൊക്കെ പഠിച്ചു കേട്ടു എന്നൊക്കെയാണ് എന്റെ ഒരു ഓർമ്മ. പഠിച്ചിട്ടുണ്ട്, പക്ഷെ യെസ്, അവിടെ നമ്മൾ സ്റ്റഡി ആയിരുന്നല്ലേ. 10ാം ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നാ ഇപ്പൊ ആരെങ്കിലും ഇരുന്ന് പരീക്ഷ എഴുതി അന്നത്തെ മാർക്ക് വന്നെങ്കിൽ അന്നത്തേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടുമോ? ഇല്ല. ഞാൻ തോറ്റു പോവുമെന്ന് എന്റെ പേടി. കാരണം എന്താ വെച്ചാല് അന്ന് സബ്ജക്ട് സ്റ്റഡി ആയിരുന്നു. അന്ന് നമ്മള് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠിത്തവും എഴുത്തവും ആയിരുന്നു. അല്ലാതെ പഠിച്ചിട്ടുള്ള പലതും നമ്മുടെ മനസ്സിലുണ്ടാവും. ചില ടീച്ചേഴ്സ് നമ്മളെ അല്ലാതെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ മനസ്സിൽ ഇപ്പോഴും ആ ക്ലാസ് റൂമും ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും ആ ടീച്ചറെ ഒക്കെ നല്ല ഓർമ്മയുണ്ടായിരിക്കും. ആ ടീച്ചറെ റോൾ മോഡൽ ആക്കുക. മലയാളം പഠിപ്പിച്ച ഞങ്ങളുടെ ഒരു സാർ ഉണ്ടായിരുന്നു, പീറ്റർ സാറ്. സാറ് പഠിപ്പിച്ചത്, സാർ ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ വന്ന് തുടങ്ങി ലാസ്റ്റ് ഡേ വരെയുള്ള കാര്യങ്ങളും അത് നല്ല ഓർമ്മ വരുന്നുണ്ട്. കാരണം സാറിന്റെ പഠിപ്പിക്കുന്ന രീതി അങ്ങനെയായിരുന്നു. നമ്മുടെയും അങ്ങനെയാണ്, ലേണിംഗ് ആണ്. നമ്മൾ സബ്ജക്ട് സ്റ്റഡിങ് അല്ല. അതാണ് ഒരു വ്യത്യാസം. നമ്മൾ തിമാറ്റിക് ലേണിംഗ് ആണ്. ഈ തിമാറ്റിക് ലേണിംഗും സബ്ജക്ട് സ്റ്റഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയും? സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇന്നത്തെ പോലെ ഈ ഇന്റർനെറ്റ് ഒന്നും പോപ്പുലർ അല്ലാതിരുന്ന കാലം, അന്ന് ബുക്കുകളെ മാത്രം നമ്മൾ ആശ്രയിച്ചിരുന്നു അറിവുകൾ നേടാനായിട്ട്, അല്ലെ? ന്യൂസ് പേപ്പർ, ബുക്സ്, അല്ലെങ്കിൽ മുതിർന്നവർ പറഞ്ഞു കേട്ടുള്ള അറിവ്, ടീച്ചർമാര് പറഞ്ഞു തന്നുള്ള അറിവ്, അതൊക്കെയായിരുന്നു നമ്മൾക്ക് അന്ന് നോളജ്, അറിവ് സമ്പാദിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്. റേഡിയോയിലൂടെ കേൾക്കുന്നത്, TV-യിൽ കാണുന്നത്, അങ്ങനെയുള്ളതല്ല. അപ്പോ അന്നത്തെ കാലഘട്ടത്തിൽ സ്കൂളില് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കോമ്പറ്റീഷൻസ് ഒക്കെ നടത്തും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ essay റൈറ്റിംഗ് നടത്തുക എന്ന് വിചാരിച്ചു.
നമുക്കൊരു ടോപ്പിക് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 10 മിനിറ്റ് മുമ്പ് തരും, നമ്മളോട് പ്രിപ്പയർ ചെയ്തിട്ട് എസ്സേ എഴുതാനായിട്ട് പറയും, അങ്ങനെയൊക്കെയില്ല. അല്ലെങ്കിൽ എലക്യൂഷൻ, പ്രസംഗ മത്സരം, അതും അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാ? ടീച്ചർമാര്, അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്ത് ടീച്ചർമാർ തരും. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇന്നത്തെ പോലെ ഫിംഗർ ടിപ്പിൽ ഇൻഫർമേഷൻ കിട്ടുന്ന കാലഘട്ടം അല്ലാതിരുന്ന കാലത്തെ കുറിച്ചാണ് ഞാൻ പറയണേ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പൊ നമ്മൾ അന്ന് അങ്ങനെ എഴുതുമായിരുന്നു. അങ്ങനെ ഇപ്പൊ എസ്സേ കോമ്പറ്റീഷൻ ആണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് വനനശീകരണമാണ് ടോപ്പിക് എന്ന് വിചാരിക്കും. മരങ്ങളെ സംരക്ഷിക്കണം, അതാണ് ടോപ്പിക്. നമ്മളിങ്ങനെ ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത്, ഇന്നത്തെ കാലത്താണെങ്കിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവും, കിട്ടും ഇൻഫർമേഷൻ ഫിംഗർ ടിപ്സിൽ, വിരൽത്തുമ്പിൽ കിട്ടും. ചുമ്മാ ചാറ്റ് ജിപിറ്റിയോട് ചോദിച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഡേറ്റാ സിസ്റ്റം പോലെ കിട്ടും, സോഴ്സസ് കൂടുതലാണ്. അങ്ങനെ നമ്മളിത് നല്ല രീതിയിലൊക്കെ പഠിച്ച് നമ്മൾ നല്ല പോലെ ആ കോമ്പറ്റീഷനിൽ പങ്കെടുത്തു, എസ്സേ എഴുതി. നമുക്ക് എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന് വിചാരിച്ചു. ഇനി അതങ്ങ് കഴിഞ്ഞു, കോമ്പറ്റീഷൻ കഴിഞ്ഞു, എല്ലാം അനൗൺസ് ചെയ്തു, റിസൾട്ട് അനൗൺസ് ചെയ്തു, നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അതിന്റെ ട്രോഫിയോ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി അലമാരിയിൽ ഭദ്രമായി വെച്ച് കൂട്ടി, ഷെൽഫിൽ വെച്ചു. നമ്മളതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷിച്ചു, അങ്ങനെ വിചാരിച്ചു. അതോടുകൂടി അത് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. പക്ഷെ അവിടെ കഴിയാതെ നമ്മൾ ചിന്തിക്കുവാണ്, നമ്മുടെ വനം സംരക്ഷിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ നമ്മൾ ചിന്തിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പം തുടങ്ങി ചെയ്യാൻ തുടങ്ങുന്നു എന്ന് വിചാരിച്ചു. അതാണ് തിമാറ്റിക് ലേണിംഗ്. അവിടെ ലേണിംഗ് ആണ്. മറ്റേത് നമ്മൾ ഷെൽഫിൽ കൊണ്ടുപോയി നമ്മുടെ ട്രോഫി കൊണ്ടുവച്ച് കൂട്ടി നമ്മൾ വേറെ വഴിക്ക് പോയി, വേറെ പണിക്ക് പോയി. അവിടെ സബ്ജക്ട് സ്റ്റഡിയിങ് ആണ്. നമ്മളെ കോമ്പറ്റീഷന് വേണ്ടി പഠിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് മെമ്മറൈസ് ചെയ്ത് പേപ്പറിൽ എഴുതി കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്തു. അത്രേ അവിടെ നടന്നു. പക്ഷെ ഇവിടെ എന്താ നടന്നത്? നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. അതാണ് തിമാറ്റിക് ലേണിംഗ്. നമുക്കിവിടെ ലേണിംഗ് ആണ് കേട്ടോ, തിമാറ്റിക് ലേണിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇനി നോട്ട് തരുമോ എന്നുള്ള ചോദ്യം ആരും ചോദിക്കില്ല എന്നാണ് എന്റെ പ്രതീക്ഷ. മനസ്സിലായി. ഓക്കെ, വിഷമമൊന്നുമില്ലല്ലോ നോട്ട് കിട്ടാതിരുന്ന? നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത് അതാണ് നിങ്ങൾ നോട്ടിൽ എഴുതുന്നത്. ഞാൻ നിങ്ങളോട് പറയുവാണ് ക്ലാസ്സിൽ, ഒരു കുട്ടി നിങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് തെറ്റ് ചെയ്താൽ, ഭിക്ഷ യാചിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. ശിശിര പറയുന്നതാവില്ല അന്ന പറയുന്നത്, അല്ലെ റിഫ പറയുന്നത് വേറെ ആയിരിക്കും. 2-3 പേര് ഓർമ്മ വന്നതാണ് എന്താ പറഞ്ഞത്, ശിശിരയെ കാണാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു. ഓക്കെ, ഇനി ശരി, നമുക്ക് ആ ചോദ്യത്തിലേക്ക് തന്നെ പോവാം. ഹെൽത്ത് നമുക്ക് ആവശ്യമുണ്ട്, ഹൈജീനും ആവശ്യമുണ്ട്, അതവിടെ ഹോൾഡ് ചെയ്തിട്ട് ഒരു കുട്ടി ഭിക്ഷ യാചിച്ച് വന്നാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം പറയാം. നമ്മൾ കൊടുക്കും, ആഹാരം ആഹാരം കൊടുക്കും. ഓക്കെ, മാം, ആ കുട്ടിക്ക് വേണ്ടത് ഒരു എഡ്യൂക്കേഷൻ, ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ ആദ്യം അതിന് ഉറപ്പാക്കുന്ന രീതിയിൽ നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെയാണ് എഡ്യൂക്കേഷൻ വരുന്നത്. ബേസിക് നീഡ്സ് ആണല്ലോ ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ. അത് മൂന്നും ആ കുട്ടിക്ക് ഉറപ്പാക്കിയിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് ആ കുട്ടിക്ക് വേണ്ടത് എഡ്യൂക്കേഷൻ ആണ്. സോ അത് ഉറപ്പാക്കാൻ ഞാൻ നോക്കും. ശിശിരയുടെ അഭിപ്രായം നമ്മൾ കേട്ടു. ഇനി ആരെങ്കിലും പറയട്ടെ. പിന്നെ പറഞ്ഞു ഫുഡ് കൊടുക്കുന്നു പറഞ്ഞു. ഓക്കെ, ബേസിക് നീഡിൽ വരുന്നതാണ് ഫുഡ്. ഓക്കെ, ആദ്യം ആ കുട്ടിക്ക് എന്താ ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കും, പിന്നെ അതിനനുസരിച്ച് ചെയ്യും. ഒരേ മനസ്സിൽ പറയുന്നുണ്ടല്ലോ, ഒരേപോലെ പറയുക. കുട്ടിയോട് സ്നേഹത്തോടെ മാന്യമായും പെരുമാറുക. കുട്ടി അപകടത്തിലാകപ്പെട്ട നിലയിലാണെന്നോ തോന്നുന്നു. പിന്നെ അതൊക്കെ അന്വേഷിക്കുക. മാം, ആക്ച്വലി ആ കൊച്ചു എവിടെന്നാ വന്ന് എന്താന്ന് അന്വേഷിക്കണം. വി ഹാവ് ടു ഇൻ ദ സൊസൈറ്റിയിൽ സേഫ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് അവരുടെ അടുത്തുള്ള കൗൺസിലറോ ഇല്ല അടുത്തുള്ള ലേഡി പോലീസോ അവരുടെ അടുത്ത് ഫസ്റ്റ് അത് ഇൻഫോം ചെയ്യണം. ആൻഡ് ദെൻ വി ഹാവ് ടു ഗിവ് ദം ഫുഡ്, എന്താ ആവശ്യങ്ങൾ അതൊക്കെ ചെയ്യണം. But as it is in a society, we have to make sure that the kid is safe now. Parayana. Yeah. Yes. Inform cheyana to the police or to the counselor or nearby ping police or whatever it is. Okay. Okay.
അതോറിറ്റീസിനെ ഇൻഫോം ചെയ്യണമെന്ന് പ്രസ്തുത പറഞ്ഞു. അതായത് എന്തുകൊണ്ടാണ് ആ കുട്ടി ഭിക്ഷ യാചിക്കുന്നത്, അത് സേഫ് ആയിട്ടാണോ, ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കൂലേ. അപ്പൊ നമ്മള് ചുറ്റുപാട് അങ്ങനെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഭിക്ഷ യാചിക്കുന്നത് കാണുന്നത് വളരെ ചുരുക്കം. ആകെ ഇങ്ങനെ എന്തെങ്കിലും സെല്ല് ചെയ്യാനായിട്ട് ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ പത്രത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ആലപ്പുഴയില് ചെങ്ങന്നൂര് ഒരു 12 വയസ്സായ ഒരു കൊച്ച്, അവനിങ്ങനെ ഭിക്ഷ യാചിച്ച് അവന്റെ തമിഴ്നാട്ടിൽ നിന്ന് വന്നതാ. അപ്പൊ അതിന് അങ്ങനെ റീസൺ ഒക്കെ ഉണ്ടായി. അതിനെ അന്വേഷിച്ച് ശിശുക്ഷേമ സമിതി ഇടപെട്ട ആ കുട്ടിനെ, അപ്പൊ ആ കുട്ടി ഇപ്പൊ സുരക്ഷിതനായിട്ട് ഇരിപ്പുണ്ട്. പത്രത്തിലുണ്ടായിരുന്നു അത്. ഓക്കെ, നമ്മള് ചുമ്മാ കാശ് എടുത്ത് കൊടുക്കുക എന്നുള്ളതല്ല. ഇതെല്ലാം നിങ്ങൾ എല്ലാരും പറഞ്ഞത് അതിൻ്റെതായ രീതിയിൽ കറക്റ്റ് തന്നെയാണ്. ബേസിക് നീഡ്സ്, അവന് വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം, പിന്നെ അവന്റെ വിയർ അബൌട്ട്സ് അന്വേഷിക്കാം. കുട്ടിയോട് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവന്റെ ലാംഗ്വേജിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ അവരാരെങ്കിലും പേടിക്കുന്നുണ്ടോ എന്നുള്ളത്, അതായത് എന്തെങ്കിലും പേടിച്ച് ആരുടെയെങ്കിലും പ്രഷറൈസ്ഡ് ചെയ്യുന്നതാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വന്നിങ്ങനെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ അന്വേഷിക്കാം. ലോക്കൽ അതോറിറ്റീസ് ആരാണോ, ഇപ്പൊ പോലീസ് നിയർ ബൈ പെട്രോളിംഗ് ചെയ്യുന്ന പോലീസിനെയോ ബിഗ് പോലീസിനെയോ ഒക്കെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശിശുക്ഷേമ സമിതിയെ വിവരം അറിയിച്ചപ്പോൾ അവർ ആ കുട്ടിയെ ടേക്ക് കെയർ ചെയ്തു, കുട്ടിയെ സേഫ് ആക്കി വെച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു കാര്യങ്ങൾ അല്ലേ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ തന്നെ ആളുകൾ നമ്മളെ ഭിക്ഷയ്ക്ക് വേണ്ടി അപ്രോച്ച് ചെയ്തു, അങ്ങനെ വളരെ നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളുടെ സറൗണ്ടിങ്സിൽ ഒരു മീൻസ് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്ന ഒരു ഭിക്ഷ യാചിച്ചിട്ട് വരുന്ന കുറെ സ്ത്രീകളും കുട്ടികളാണ്. ആ കുട്ടികളെ എവിടുന്നാ കുഞ്ഞു കുട്ടികൾ, ഒരു 2 വയസ്സ് 2.5 വയസ്സ് ഒക്കത്താ ഉള്ളത്, കൈ എടുത്തോണ്ട് വരിക. അപ്പൊ ആ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവരുടെ അല്ല, ചിലപ്പോ അത് വേറെ എവിടുന്നോ തട്ടിക്കൊണ്ട് വന്ന പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ആവാറുള്ളത്. ആ കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് എത്ര ഒരു നമുക്ക് സങ്കടം തോന്നും, അതുപോലെ ഉണ്ടാവും കാണാൻ. സോ അങ്ങനെ കുറെ നോർത്ത് ഇന്ത്യൻ ആ ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണെന്നാ തോന്നുന്നത്. ചിലതൊക്കെ കുട്ടികളെ കടത്തിക്കൊണ്ട് പോവുക ഫോർ ദർ എന്തെങ്കിലും ഗ്രീഡിനെസ് ആണോ, ഇനിയിപ്പോ ഈ ഓർഗൻസ് ഒക്കെ കുട്ടികളുടെ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ആവാനും ചാൻസ് ഉണ്ടല്ലോ. സോ അതൊക്കെ നമുക്ക് ഈ സറൗണ്ടിങ്സിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഇടവരെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണാറില്ല. ഞാനൊരു 96-2000 സമയത്താണ് ചെങ്ങന്നൂർ പഠിക്കുകയായിരുന്നു, എഞ്ചിനീയറിംഗ് കോളേജിൽ. ഞാൻ ട്രെയിനിനാണ് എറണാകുളത്ത് എന്റെ വീട്ടിലേക്ക് വരാറ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ ഒരു സമയത്ത് വീട്ടിലേക്ക് വരാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരിക. റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്ത്രീ ഒരു കുട്ടിയെ ഒക്കെ എത്തിയിട്ട് ഭിക്ഷ യാചിക്കുന്നുണ്ട്. അപ്പൊ അവര് ഉച്ച സമയമായി, അപ്പൊ അവരെന്റെ അടുത്ത് വന്ന് ഭിക്ഷ യാചിക്കുന്നു. 96-2000 ആ കാലഘട്ടമാണെന്ന് വിചാരിക്കണം. അന്ന് വീട്ടിൽ നിന്നും വളരെ ചെറിയ എമൗണ്ട് ഒക്കെ ആയിരിക്കും നമ്മുടെ കയ്യിൽ പോക്കറ്റ് മണി ആയിട്ടുണ്ടാവുക. അപ്പോ അവിടെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനല്ലേ, അവിടെ ഊണൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവിടെ നിന്ന് ഞാനൊരു പൊതിച്ചോറ് വാങ്ങിയിട്ട് ഈ ലേഡിക്ക് കൊടുത്തു. കാരണം കാശ് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ഒരു രൂപയോ, അന്നൊക്കെ 1 രൂപയൊക്കെ ഭിക്ഷക്കാർക്ക് കൊടുക്കുന്ന ഒരു ടൈമാണ്. 1 രൂപ കൊടുത്താൽ മതിയായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ആ പൊതിച്ചോറ് 17 രൂപയായിരുന്നു. 15 രൂപയും 2 രൂപ അതിന്റെ പാക്കിങ്, അങ്ങനെ 17 രൂപയായിരുന്നു ആ പൊതിച്ചോറിന്. ഞാൻ ചോറ് വാങ്ങി കൊടുത്തു. അത്യാവശ്യം നന്നായിട്ടുണ്ട്, 2 പേർക്കും കഴിക്കാനായിട്ട് പറ്റും. ഈ സ്ത്രീ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊതിച്ചോറ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവരത് ആ പാളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമായി. ഭക്ഷണം കളഞ്ഞതിന്റെ സങ്കടം. നമ്മൾക്ക് വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് 1 രൂപ കൊടുത്താൽ ആ ശല്യം ഒഴിവാകുമായിരുന്നു. പക്ഷെ അതിന് പകരം ഞാൻ 17 രൂപ സ്പെൻഡ് ചെയ്ത് അവർക്ക് ഊണ് വാങ്ങിച്ചു കൊടുത്തു. വിശന്നിരിക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഭിക്ഷ യാചിക്കുന്നത് വിചാരിച്ച് അങ്ങനെ നമ്മൾ വിചാരിച്ച് കൊടുത്തതാണ്. പക്ഷെ അവരിൽ നിന്നും എനിക്കുണ്ടായ ഒരു അനുഭവം ഇതായിരുന്നു. വേറൊരു കേസ് ഉണ്ടായെന്ന് വെച്ചാൽ 2004 എന്റെ കല്യാണം കഴിഞ്ഞ് ഞാനും ഹസ്ബൻഡും കൂടെ മറൈൻ ഡ്രൈവിലെ ആ റെയിൻബോ പാലത്തിലൂടെ നടന്നു പോകുമ്പോൾ ഇതുപോലെ തന്നെ ഒരു സ്ത്രീ ഒരു കൊച്ചിനെ, ഈ നാടോടി സ്ത്രീകളുണ്ടല്ലോ, കത്ത് വെച്ച് വരുവാണ്. അവര് കൈ നീട്ടിയപ്പോ താഴെ അവിടെ അടുത്തൊന്നും വലിയ ഹോട്ടൽസോ അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു കോഫി ഷോപ്പ് പോലെ താഴെയിട്ട്. ഞാൻ പറഞ്ഞു അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. അവരുടനെ തന്നെ എന്നെ കേഴ്സ് ചെയ്തു. നിനക്കൊന്നും ഒരു കാലത്തും കുട്ടികൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ. അപ്പൊ പെട്ടെന്നത് കേട്ടപ്പോ ഞാൻ ഒരുമാതിരി ആയിപ്പോയി, ഷോക്ക് പോലെ ആയിപ്പോയി. കാരണം ഞാൻ അവർക്ക് താഴെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഈ 2 അനുഭവം എനിക്ക് ഭയങ്കര
എന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ച 2 അനുഭവമാണ്. നമ്മള് നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോ അവരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് കാശ് മതി, അവരുടെ കയ്യിൽ ഇതുപോലെ ഇഷ്ടംപോലെ കാശ്. ക്യാഷ് മാത്രമായിരിക്കില്ല, കാശിന് വേണ്ടി മാത്രമല്ല, ഒരു കക്കാൻ മോഷ്ടിക്കാനും കൂടിയാണ് അവർ ഈ പണി. അത് എങ്ങനെ നോട്ട് ചെയ്ത് വെക്കും ഓരോ വീടുകള്, എങ്ങനെയാണ് കയറി ചെല്ലേണ്ടത് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. എടുത്തോണ്ട് സാധനങ്ങൾ പുറത്തുള്ള എടുത്തോണ്ട് പോയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു അനുഭവം. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇങ്ങനെയുള്ളവർക്ക് ഞാൻ ഇങ്ങനെ കാശ് എന്തായാലും കൊടുക്കില്ല എന്നുള്ളത് തീരുമാനിച്ചതായിരുന്നു. ഓക്കെ, അപ്പൊ അത് ഇപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോ ഈ ക്വസ്റ്റ്യൻ ഞങ്ങളുടെ മോണ്ടസോറി പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആട്ടോ. അത് നിങ്ങൾക്ക് എക്സാം MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, ഓൺലൈൻ ആയതുകൊണ്ട്. പക്ഷെ ഓഫ്ലൈനിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ ഡിസ്കഷൻ നടത്തിയത്. ക്ലിയർ ആയോ? ഇനിയും ഉണ്ട് പല പല ക്വസ്റ്റ്യൻസ്. കുട്ടിന്റെ ഇടയ്ക്ക് തേങ്ങ ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർ ഇത് കേൾക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അവിടെ ഇരുന്ന് പറഞ്ഞോളൂ. ചുറ്റും നിൽക്കുന്നവരെ നിങ്ങൾ നോക്കി എന്താ ഇത് കറക്റ്റാണോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ അങ്ങനെയൊന്നും ചിന്തിക്കേ വേണ്ട. ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ തന്നെ റെക്കോർഡ് ക്ലാസ് കാണുക. ഞാൻ ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ, ഡിസ്കഷൻ വരുമ്പോൾ നിങ്ങളും അതിനകത്ത് പങ്കെടുക്കുക, റെക്കോർഡ് ക്ലാസ് കാണുന്നവരും. ഓക്കെ, ഓഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇരിക്കുന്നവര് അവിടെ ഇരുന്നുകൊണ്ട് അങ്ങ് പറഞ്ഞോളൂ. ആര് കേൾക്കുന്നില്ല എന്നുള്ളതൊന്നും ചിന്തിക്കട്ടെ, മനസ്സിലുള്ളത് അങ്ങ് തുറന്നു പറയാ കേട്ടോ. അപ്പൊ നമ്മൾ ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ച് പറഞ്ഞു വരികയാണ്. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന് ഏറ്റവും വേണ്ടുന്ന ഒരു നെസസറി കണ്ടീഷനാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? ശാരീരികമായിട്ടുള്ള ഡെവലപ്മെന്റ്, ഫിസിക്കലി അല്ലെ, സോഷ്യലൈസ് ചെയ്യുന്നത്, കുട്ടി ആളുകളുമായിട്ട് ഇടപഴകുന്നത്. ചില കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു പെട്ടെന്ന് ആളുകളെ അങ്ങോട്ട് സംസാരിച്ച് ഭയങ്കര ഇതായിരിക്കും അല്ലെ. പക്ഷെ ചില കുട്ടികള് അമ്മയുടെ ബാക്കില് മറിഞ്ഞു നിൽക്കും, ഡോറിന്റെ ബാക്കിൽ മറിഞ്ഞു നിൽക്കും, ആൾക്കാർ വരുമ്പോൾ കുനിഞ്ഞു നിൽക്കും. അവരുടെ ആ സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആകാത്തതുകൊണ്ടാണ്. കാരണം അവര് സോഷ്യലൈസ് ചെയ്യാനായിട്ടുള്ളതിൽ അവർ വീക്കായി, എന്തോ അവർ ജീവിക്കുന്ന സാഹചര്യത്തിന്റെ കാര്യം കൊണ്ടായിരിക്കാം സോഷ്യലൈസ് ചെയ്യാതെ പോകുന്നത്. പിന്നെ കോഗ്നിറ്റീവ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ളത് എല്ലാം വരും അല്ലെ. ബുദ്ധിപരമായിട്ടുള്ള ഡെവലപ്മെന്റ് ലോ ആണെങ്കിൽ, ആ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? ബാക്കി എല്ലാ ഏരിയയിലും അത് ബാധിക്കും. ആ കുട്ടിയുടെ മൂവ്മെന്റ് ശരിയാകണമെന്നില്ല, കുട്ടി സോഷ്യലൈസ് ചെയ്യുന്നത് ലോ ആയിരിക്കും, കുട്ടിയുടെ ലാംഗ്വേജും ലോ ആയിരിക്കും. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന കുറവ് ബാക്കി എല്ലാ ഏരിയനെയും ബാധിക്കും. ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ലെ, അതുപോലെ തന്നെ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ മസിൽസിന്റെ മൂവ്മെന്റ്. കുട്ടി വലുതാകുമ്പോൾ, അതായത് ജനിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് കുട്ടി തന്നെ ഒന്ന് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത് അല്ലെ. 3 മാസം ആകുമ്പോൾ കമിഴാൻ തുടങ്ങും, പിന്നെ എഴയാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ മുട്ടിൽ നിന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കും, ആനയൊക്കെ ചെയ്യുന്ന പോലെ മുട്ടിൽ ഇഴയാൻ തുടങ്ങും. പിന്നെ പിടിച്ച് നിൽക്കാൻ അല്ലെങ്കിൽ ഇരിക്കാൻ തുടങ്ങും. ഇരിക്കും, പിടിച്ചു നിൽക്കും, 2-3 സ്റ്റെപ്പ് വയ്ക്കും, പിന്നെ നടക്കും വീഴും, ആളുകളുടെ സപ്പോർട്ടോടുകൂടി സ്റ്റെയർ കയറാൻ തുടങ്ങും അല്ലെ. ഇതെല്ലാം കുട്ടിയുടെ ലാർജ് മസിൽസിന്റെ മൂവ്മെന്റ് ആണ്. അപ്പൊ ഒരു കുഞ്ഞിന് ആദ്യം ഉണ്ടാകുന്നത് വലിയ മസിൽസിന്റെ മൂവ്മെന്റ് ആയിരിക്കും. ചെറിയ മസിൽസ്, വിരലുകളിലുള്ളതാണ് ചെറിയ മസിൽസ്. നമ്മൾക്കറിയാം കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അവരുടെ ഒരു ആദ്യം അനുഭവിക്കുന്ന ഫസ്റ്റ് ടോയ്, കിളിക്കാമ്പറ്റി അല്ലെ. അത് അവര് ഇത്തിരി വാശി പിടിക്കാൻ അതിനകത്ത് ഇങ്ങനെ കിളിക്ക് കാണിക്കുമ്പോഴേക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുറേ നേരം അത് കേട്ടുകൊണ്ടിരിക്കും അല്ലെ. അങ്ങനെ ഇവര് ഈ കമഴ്ന്ന് വീഴുമ്പോ ഇവരാദ്യം എടുക്കാൻ നോക്കും ഈ കിളിക്കാമ്പറ്റി. പക്ഷെ അവർക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുമോ? അത് താഴെ വീഴൂലേ. വീണ്ടും അവരെടുക്കും, താഴെ വീഴും. അവരുടെ വിരലുകളിലെ മസിൽസിന്റെ ഡെവലപ്മെന്റ് ആയിട്ടില്ല. അത് 3 വയസ്സൊക്കെ ആകുമ്പോഴാണ് പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ആവുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചേരുമ്പോൾ പെൻസിൽ പിടിക്കണമെങ്കിൽ അവരുടെ ഈ വിരലുകൾ വേണം. ഈ വിരലുകൾ 3 ഉണ്ടെങ്കിൽ അവർക്ക് നല്ല പോലെ പെൻസിൽ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റുള്ളൂ. ചില കുട്ടികള് ടീച്ചർമാര് ചെറിയ ക്ലാസ്സിൽ എഴുതിപ്പിക്കുമ്പോൾ കൈ കഴിക്കണു ടീച്ചർ, എനിക്ക് എഴുതാൻ പറ്റില്ല എന്നിങ്ങനെ പറയും. അപ്പൊ ടീച്ചർമാരെ അല്ലെങ്കിൽ അമ്മ ഹോംവർക്ക് ചെയ്യിക്കുമ്പോൾ എനിക്ക് കൈ വേദന എടുക്കണു, കുട്ടികൾ പറയും അല്ലെ. അത് കുട്ടികൾ നുണ പറയുന്നതല്ല, ആക്ച്വലി അവരുടെ ആ മസിൽസ് ഡെവലപ്പ് ആകാത്തത് കൊണ്ട്
അവര് അങ്ങനെ പറയണതാ. നമ്മളുടെ ചെറുപ്പകാലത്തിൽ നമ്മളുടെ ഈ കുഞ്ഞ് മസിൽസ്, എല്ലാ മസിൽസ് ഡെവലപ്പ് ആകാനുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അന്ന് ഈ പറയുന്ന മൊബൈലും ടിവിയും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒന്നും അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ നമ്മള് മരത്തിൽ പിടിച്ച് കയറാൻ നോക്കും, അതുപോലെ തന്നെ ഈ ഗോലി കളിക്കും അല്ലെ, അതൊക്കെ. പിന്നെ നമ്മുടെ കൈ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കുറെ ഉണ്ടായിരുന്നു നമുക്ക്, പല പല കളികള് അല്ലെ. അങ്ങനെ നമ്മളുടെ മസിൽസ് നല്ല രീതിയിൽ ഡെവലപ്പായി. നമുക്ക് എഴുതാൻ തുടങ്ങുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നും വന്നില്ല. നമ്മൾ മണ്ണിൽ എഴുതിയാണ് അന്ന് പഠിച്ചത്. അപ്പൊ ഈ മസിൽസ് നല്ല രീതിയിൽ, സ്മോൾ മസിൽസ് നല്ല രീതിയിൽ ഡെവലപ്പായി. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികള് അവർക്ക് തോന്നാൻ മാത്രമേ അറിയുള്ളൂ. ഈ വിരൽ യൂസ് ചെയ്ത് ഇതിന്റെ സെൻസേഷൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും. ബ്രെയിൻ ഓട്ടിസം എന്നുള്ള ഒരു രീതിയിൽ ആയി പോകും കുട്ടികൾ. ഈ സ്ക്രീൻ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങും. അവർക്ക് ഇത് മാത്രമേ അറിയൂ, ഈ ഒരു വിരൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തോണ്ടിത്തോണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് അവരുടെ ഈ സതുല്യം എന്തെങ്കിലും പറയാനാണോ? ഹാൻഡ് റൈസ് കണ്ടുകൊണ്ട് ചോദിച്ചാണേ. അപ്പൊ അങ്ങനെ അതാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ ചെറിയ മസിൽസ് ഡെവലപ്പ് ആകാനായിട്ട് അവർക്ക് സമയം എടുക്കും. അവർക്ക് എഴുതുമ്പോൾ വേദന എടുക്കും, അതൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പൊ ഈ രണ്ട് മസിൽസ്, മോട്ടോർ ഡെവലപ്മെന്റ്, മസിൽസിന്റെ ഡെവലപ്മെന്റ്. അതുല്യ പ്ലീസ് പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെ വരുന്നത്. അപ്പൊ ഈ ചെറിയ മസിൽസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കൈ വിരലുകൾ കൊണ്ട് അവർ കുറേ ആക്ടിവിറ്റീസ് ചെയ്യണം. അപ്പോഴാണ് അവർ എഴുതാൻ തുടങ്ങുമ്പോൾ അവർക്ക് നല്ല പോലെ എഴുതാനും അവർക്ക് കൈ വേദന എടുക്കാതെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയൊക്കെ ചെയ്യും. അതൊക്കെ ഒന്ന് ഓർത്തോളൂ. ഓക്കെ. ഇനി സൈക്കോമോട്ടർ. സൈക്കോമോട്ടർ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓറിയന്റഡ്. അതായത് നമ്മളുടെ ഫിസിക്കൽ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ ആക്ടിവിറ്റിയുടെ ഒരു റിസൾട്ടാണ്. ഫിസിക്കൽ ആക്ഷൻ ആർ ദ റിസൾട്ട് ഓഫ് മെന്റൽ ആക്ടിവിറ്റി. അതാണ് സൈക്കോ മോട്ടർ. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യം. പെട്ടെന്ന് കുട്ടികൾ നമ്മൾ പറയില്ലേ, എന്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. ഇന്നർ ഗൈഡ് എന്ന് പറയും. ഒരു ത്വര ചെയ്യാനുള്ള ഒരു അർജ്, ഇന്നർ ഗൈഡ് ആണ്. എന്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു, അതാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അതാണ് ഞാൻ ഈ കോഴ്സിന് ചേർന്നത്, അതാണ് ഞാൻ ഈ ക്ലാസ് റൂമിൽ വന്നിരിക്കും അല്ലെ. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായതാണ്, പോണോ വേണ്ടയോ, പോണോ വേണ്ടയോ. പറയാം എന്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു പോളെ, അതുകൊണ്ട് ഞാൻ പോയി. എന്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു പോൾ. അതുപോലെ തന്നെ കുട്ടികളെയും ഗൈഡ് ചെയ്യുന്ന ഒരാളുണ്ട്, ഇന്നർ ഗൈഡ് ആയിട്ട് അവർക്കും ഉണ്ട്. അവരുടെ കറക്റ്റ് അങ്ങ് ഡെവലപ്പ് ആയിട്ടില്ല എന്നേ ഉള്ളൂ, അതിന്റെ പ്രോസസ്സിലായിരിക്കും. അവരും ഉള്ളിൽ കിടക്കുന്ന പലതും വെച്ചിട്ടാണ് അവർ ഓരോന്ന് ചെയ്യുന്നത്. പിന്നെ കുട്ടികൾക്ക് ഒരു കാര്യമുണ്ട്, മെമ്മറി ഷാർപ്പാണ് ഇവരുടെ. ഇവര് ഒരു കാര്യം ആരെങ്കിലും ചെയ്യുന്ന കണ്ട ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. നമ്മൾ ചില കുട്ടികളെ പറ്റി പറയില്ലേ, മിണ്ടല്ലേ മിണ്ടല്ലേ, ഫുൾ അങ്ങ് പിടിച്ചെടുക്കുന്നു പറയും. കുട്ടികളുടെ മുന്നിൽ വെച്ച് പറയാൻ പാടില്ലാത്ത നമ്മൾ പറയില്ല. അങ്ങനെയുള്ളവരാണ്. ഒരു അബ്സോർബിങ് മൈൻഡാണ്. ഒരു സ്പഞ്ച് പോലെയാ. വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെള്ളം മുഴുവൻ വലിച്ചെടുക്കും. അതുപോലെയാണ് അവരുടെ മനസ്സ്. അവരെല്ലാം അങ്ങ് വലിച്ചെടുക്കും. ചില സമയത്ത് നമ്മൾ ഉത്തരം മുട്ടിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അവരോട് ചെയ്യരുതെന്ന് പറയുമ്പോൾ അവർ വരും, അമ്മ അന്ന് അങ്ങനെ അത് ചെയ്യണേ ഞാൻ കണ്ടല്ലോ. അവരെല്ലാം കണ്ട് ഒബ്സർവ് ചെയ്ത് അവരതങ്ങ് പിടിച്ചു വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട്, നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അവരുടെ ഈ ആ ഒരു അബ്സോർബിങ് മൈൻഡ്, എല്ലാം വലിച്ചെടുക്കാനുള്ള മനസ്സിന്റെ കഴിവിനെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കും. അപ്പൊ നമ്മൾ എന്താ നല്ലത് കാണിച്ചു കൊടുക്കും, അവരതേ അബ്സോർബ് ചെയ്യും. അതാണ് ഹൈജീനൊക്കെ വരുന്നത് അങ്ങനെയാണ്. നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരങ്ങനെ കുറെ വീഡിയോസ് ക്രിയേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കണ്ടിട്ടുണ്ടാവും. അച്ഛനും അമ്മയ്ക്കും ഇപ്പൊ നമുക്ക് മൊബൈൽ ഇല്ലാത്ത ഒരു നിമിഷം ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പൊ ക്ലാസ്സിൽ കയറണമെങ്കിൽ നമുക്ക് വേണം അല്ലെ, സമയം നോക്കാൻ വരെ ഇപ്പൊ നമ്മൾ മൊബൈൽ എടുക്കും. ഒരു നല്ല റെസിപ്പി നോക്കണോ മൊബൈൽ എടുക്കും, യൂട്യൂബ് നോക്കും. അങ്ങനെ എല്ലാത്തിനും നമുക്ക് വേണം, ഒഴിച്ചുകൂടാൻ പറ്റില്ല, ശരി തന്നെ. പക്ഷെ ഫാമിലിയുടെ ഒരു ക്വാളിറ്റി ടൈമില് ഇതിനെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാര്യം. അപ്പൊ നമ്മള് ഒരു ക്രിയേറ്റഡ് വീഡിയോ കണ്ടതാണ് കേട്ടോ. പാരന്റ്സ് രണ്ടുപേരും നല്ലൊരു സ്ഥലം നോക്കിയിട്ട് അവിടെ പോയിട്ട് ബുക്ക് വായിക്കുന്നു. ഇത് കണ്ടിട്ട് മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടി അത് മാറ്റി വെച്ചിട്ട്, ആദ്യം മാറ്റി വെക്കൊന്നുമില്ല, കുറെ നേരം ഇവരിങ്ങനെ വായിച്ചിങ്ങനെ രസിച്ചിരിക്കുന്ന കാണുമ്പോൾ കുട്ടി ഇത് മാറ്റിയിട്ട് ബുക്ക് എടുത്തുകൊണ്ട് വയ്ക്കുന്നു. ക്രിയേറ്റഡ് വീഡിയോ ആണ്, പക്ഷെ നല്ലൊരു മെസ്സേജ്. ബുക്ക് തന്നെ വായിക്കണമെന്നില്ല, നമുക്ക് എന്താണോ അവർക്ക് നല്ല രീതിയിൽ കാണിച്ചു. ചെടി നടന്നു അവരെ കൂടെ കൂട്ടുക, അത് അവർക്ക് നല്ലൊരു കാര്യമായിരിക്കും. നമ്മളിപ്പോ ചെറിയ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് പറയാം, ഇത് മോൻ വലുതായി അല്ലെങ്കിൽ മോള് വലുതായി
കല്യാണമൊക്കെ കഴിച്ച് മക്കളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് നിറയെ ഫ്രൂട്ട് കിട്ടുന്ന ഒരു ചെടിയാണെന്നൊക്കെ പറയുമ്പോഴേക്കും അവർക്ക് ഭയങ്കര കാര്യമൊക്കെ അവരത് നല്ലതുപോലെ അതിനെ നോക്കും. ഇതെല്ലാമാണ് നമുക്ക് അവരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നത്. നമ്മള് മോഡലിംഗ്, ആ ഒരു റോൾ മോഡലിംഗ് ആകാനായിട്ട് നമ്മൾ നല്ലപോലെ നമ്മൾ ശ്രമിക്കുകയല്ല വേണ്ട, ചെയ്യണം. ഓക്കെ, അരിസ്റ്റോട്ടിൽ പറഞ്ഞു മാക്സിം എന്ന് പറയുന്നത് ആക്സിയം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്നാൽ അതെല്ലാരും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന് പിന്നെ ക്വസ്റ്റ്യനിങ് ഒന്നുമില്ല. അതാണ് പറയുമല്ലോ പ്രിൻസിപ്പിൾ തിയറി എന്നൊക്കെ പറയുന്ന പോലെ. സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി, അതൊരു കംപ്ലീറ്റ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിലോസഫറാണ്. അദ്ദേഹം വളരെയധികം പല മേഖലകളിലും അറിവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു ഇത് ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാകും. അപ്പൊ ഹെൽത്ത് അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലൊക്കെ ഡിഫൈൻ ചെയ്യാം അല്ലെ. എക്സ്പേർട്ടുകൾ പറയുന്നത് ഡിസീസ്, അസുഖങ്ങളിൽ നിന്നും ഫ്രീ ആയിരിക്കുന്നത് മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. അസുഖമില്ലാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല ഹെൽത്ത്. അവിടെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ റോള് വരുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അറിവ് കിട്ടുന്ന ഒരു മാർഗം അല്ലെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഹെൽത്തിനെ കുറിച്ചുള്ള അറിവ് കിട്ടുന്ന കാര്യം. അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് വേറൊരു പേര് പോലെയാണ് ഹൈജീൻ എന്ന് പറയുന്നത്. ആ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഒരു ഡിറൈവ് ചെയ്തത്. ഗ്രീക്ക് ഗോഡസ് ഹൈജിയ എന്ന പേരുള്ള, നിങ്ങളുടെ ടെക്സ്റ്റ് ഇല്ല, ഞാൻ ആഡ് ചെയ്തത് ഹൈജിയ എന്ന പേരിലുള്ള ഒരു ഗ്രീക്ക് ഗോഡസ്. ഹെൽത്തിന്റെയും അതുപോലെ തന്നെ ഹീലിംഗിന്റെയും ഒരു ഗോഡസ് ആണ് ഹൈജിയ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഹൈജീൻ എന്നുള്ള വാക്ക്. കുറെ വാക്കുകളെല്ലാം തന്നെ ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഹൈജീൻ എന്നുള്ള വാക്ക് ഡിറൈവ് ചെയ്തു വന്നത്. ഹെൽത്തിനെ കുറിച്ചും ഹൈജീനിനെ കുറിച്ചുള്ള നോളജ് കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അവരത് ഫോളോ ചെയ്യും. അങ്ങനെ നല്ല ഗുഡ് ഹെൽത്തും ഹൈജീൻ ഹാബിറ്റ്സും അവരിൽ ഉണ്ടാകും. അങ്ങനെ ഈ ഒരു സൊസൈറ്റി മുഴുവൻ ഒരു കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആ കുട്ടി വീട്ടിൽ ചെന്ന്, നമ്മൾ കുഞ്ഞു മക്കള് സ്കൂളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം വന്ന് വീട്ടിൽ വന്ന് എല്ലാവരോടുമായിട്ട് പറയും അല്ലെ. അച്ഛനോടും അമ്മോടും ചേച്ചിയോടും ചേട്ടനോടും ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിൽ അവരോടെല്ലാം ഷെയർ ചെയ്യും. അപ്പൊ കുട്ടി പറയുമ്പോൾ നമ്മൾ വളരെ ക്യൂരിയസ് ആയി കൗതുകത്തോടെ കേട്ട് നിൽക്കും. പക്ഷെ നമുക്ക് മനസ്സിലാവും ഇതിൽ കാര്യമുണ്ടല്ലോ. അങ്ങനെ ആ വീട് മുഴുവനും ആ ഹെൽത്തിനെയും ഹൈജീനിനെ കുറിച്ചുള്ള അവയർനെസ് കിട്ടും. അങ്ങനെ പല വീടുകൾ, അങ്ങനെ ഒരു സൊസൈറ്റിയാണ് ആ അവയർനെസ് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് കുഞ്ഞുങ്ങളിലേക്ക് നല്ല ഹെൽത്തി ഹൈജീൻ ആയിട്ടുള്ള കാര്യങ്ങൾ പകർന്നു കൊടുക്കാനുള്ള ഒരു മാർഗമാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസും കാര്യങ്ങളുമാണ് നെക്സ്റ്റ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ പ്ലീസ്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, യെസ്, എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ അല്ലേ? നമ്മൾ എന്താ പറഞ്ഞത്? ആക്ടിവിറ്റി പറഞ്ഞത് ഫോട്ടോസ് കളക്ട് ചെയ്യാം, വരയ്ക്കാം, കളക്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വന്തം ഫോട്ടോ തന്നെ വേണമെങ്കിൽ അത് തന്നെ നമുക്ക് വയ്ക്കാം. കാരണം നമ്മൾക്കുള്ള റെഫറൻസ് വേറെ ആർക്കും നമ്മളത് കൊടുക്കാനൊന്നും പോകുന്നില്ല. നമ്മൾക്ക് കാണാനും കുട്ടികളെ കാണിച്ചു കൊടുക്കാനും ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ആകാം. ചാർട്ട് പേപ്പറിൽ ചെയ്യാം, ചെറിയ ഫ്ലാഷ് കാർഡ്, പ്ലഗ് കാർഡ്, ബുക്കിലൊട്ടിക്കാം, അങ്ങനെ ചെയ്യാം. ബുക്കിലൊട്ടിക്കുമ്പോൾ ബുക്ക് മാർക്കൊക്കെ വെച്ച് ഭംഗിയാക്കുവാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ മാം? നെക്സ്റ്റ് വീക്ക് അത് കാണിക്കേണ്ടി വേണോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ആ രീതിയിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് കാണിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ കാണിക്കാം. ചോദിക്കട്ടെ? ചോദിക്കൂ. ഞാനേ കുറച്ച് ലേറ്റ് ആയി എടുത്തത്. ഞാനൊരു ഹോസ്പിറ്റൽ കേസ് ആയിട്ട് നിൽക്കുന്നോണ്ടേ. അപ്പൊ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. എന്താ ചാർട്ടിൽ വരയ്ക്കാൻ പറഞ്ഞതെന്നല്ലേ? യൂണിറ്റ് 1 ടൈറ്റിലില്ലേ, ഹെൽത്ത് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന പിക്ചേഴ്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. എന്നിട്ട് അതൊരു ചാർട്ടിലോട്ടോ അല്ലെങ്കിൽ കാർഡ് പോലെ. ഓക്കെ, താങ്ക് യു. വൈഷ്ണവി എന്താ ചോദിച്ചേ? യൂണിറ്റ് 1 ആണോ 2 ആണോ? 1
കണക്ട് ചെയ്യുന്നത് നമ്മുടെ യൂണിറ്റ് 2 ആയിട്ട് കണക്റ്റഡ് ആണല്ലോ. ഹെൽത്തും ഹൈജീനും നമ്മൾ പഠിക്കുന്നത് ആദ്യം ഹെൽത്തും ഫിസിക്കൽ ഫിറ്റ്നസും വെൽനസും പറഞ്ഞിട്ടാണല്ലോ. അതുകൊണ്ട് എന്നൊന്നും പറഞ്ഞേ ഉള്ളൂ. അല്ല, എഴുതേണ്ടത് ഏതാന്ന് ചോദിക്കുക. യൂണിറ്റ് 1 ആക്കി എഴുതാതെ. യൂണിറ്റിന്റെ പേര് എഴുതണ്ട. ടൈറ്റിൽ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. വരയ്ക്കാൻ അറിയുന്നവർക്ക് വരയ്ക്കാം കേട്ടോ. മാം, സൈൻ ഔട്ട് നിഷയാണ്. ഉണ്ടോ? നിഷ വന്നിട്ടുണ്ടോ? പിക്ചർ മാത്രം മതിയോ? മതി. ഓക്കെ. യെസ്. പറഞ്ഞോളൂ നിഷ, പ്ലീസ്. Thank you so much for today's classes. It was a wonderful session. Thank you everyone. Signing out. Have a nice day. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am.